എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കാം. എന്താ അച്ചാർ? നെല്ലിക്ക അച്ചാർ. നെല്ലിക്ക ഞാൻ പുഴുങ്ങി വെച്ചിരുന്നതാണ്. ആവി പുഴുങ്ങി വെച്ച നെല്ലിക്ക. അതിന് ചേർക്കേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഉണ്ടോ? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അരിഞ്ഞത്. ഇത് നെല്ലിക്ക. ഇപ്പോൾ പാനടപ്പേ വെച്ചു, കായം ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടായി. നമ്മൾ കടുക്, നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. കടുക് നല്ലപോലെ ഇച്ചിരി കടുക് എടുക്കണം. അതിൻ്റെ കൂടെ 2 ഉലുവായി ഇടണം. ഉലുവായി അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി എടുക്കാം. ഉലുവായും കടുവും പൊട്ടി. ഇനി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിടുവാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നല്ലപോലെ ഒന്ന് മൂക്കണം. അപ്പോൾ ഈ കായം പൊടിയെക്കാട്ടി നല്ല കട്ടക്കായമാണ്. അത് തന്നെ അരിഞ്ഞോളൂ, ഇതിൻ്റെ കൂടെ ചേർന്നോളൂ. ഇത് നല്ലപോലെ ഒന്ന് മൂക്കണം. ഇതിൻ്റെ കൂടെ കറിവേപ്പില ആവശ്യത്തിനിടാം. ഞാൻ പറഞ്ഞിവിടെ പുറത്തുനിന്ന് ഞാൻ കറിവേപ്പില വാങ്ങിക്കാത്തതുകൊണ്ടാണ് ഇടാത്തത്. കറിവേപ്പില വേണം. നല്ലപോലെ മൂത്തു. ഞാൻ തീ കുറച്ചു. ഇനി മുളക് പൊടി ഇടുക. കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണങ്ങി പൊടിച്ചതാണ് കാശ്മീരി മുളക് പൊടി. അതിട്ടൊന്ന് ഇളക്കി ശകല ഉപ്പ് ചേർക്കുകയാണ്. ഇനി അടുത്തത് വിനാഗിരി ഒഴിക്കണം. പുളിക്ക് ശകലം വിനാഗിരി ഒഴിക്കുക. ആവി പുഴുങ്ങി വെച്ച നെല്ലിക്ക ഇടുവാൻ. എന്നിട്ട് യോജിപ്പിക്കുക. ചാറൊന്നും അധികം വേണ്ടാത്തതുകൊണ്ട് വെള്ളമൊന്നും ഒട്ടും ഒഴിക്കണ്ട. അല്ലെ ശകലം ചൂടുവെള്ളം ഒഴിക്കാനും അതിൻ്റെ ആവശ്യമില്ല. ഇത് മതിയല്ലേ. ഇതൊന്ന് ചേർന്നാൽ മതി. എല്ലാം കൂടെ ഒന്ന് യോജിച്ചാൽ വിനാഗിരിയും ഉപ്പും നമ്മളിട്ട നെല്ലിക്കായും എല്ലാം കൂടെ ഒന്ന് ചേരും. അപ്പം ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. എന്താ ആ കായം ഇതിൻ്റെ കൂടെ അലിഞ്ഞു പോലും. ഉപ്പ് വേണ്ട. അപ്പം നെല്ലിക്ക അച്ചാർ റെഡി. 1 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അധികം ചാറൊന്നും വേണ്ട. നെല്ലിക്കായില്ലേ അച്ചാറിന്. എന്താ നല്ല ടേസ്റ്റുള്ള നെല്ലിക്ക അച്ചാർ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കേ. എന്നിട്ടൊരു ലൈക്കും ഒക്കെ തരണേ.